ഒരു സ്വപ്നമുണ്ടോ? ഈ ചോദ്യവുമായി കുടുംബശ്രീ കോളേജിലേക്ക് എത്തുന്നു. യുവതികളുടെ കൂട്ടായ്മയായ ഓക്സിലറി ഗ്രൂപ്പ് ഒക്ടോബറിൽ കോളേജുകളിലും രൂപീകരിക്കും. ഓരോ ജില്ലയിലും ഓരോ കോളേജിലാണ് ആദ്യം തുടങ്ങുക. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് പട്ടിക കൈമാറി. പഠനത്തിനൊപ്പം ജോലി, വരുമാനം എന്നതിലേക്ക് ഓരോ വിദ്യാർത്ഥിനിയെയും എത്തിക്കുക എന്നതിന്റെ ആദ്യ ചവിട്ടുപടിയാണിത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളും കഴിവുകളും പ്രയോജനപ്പെടുത്തുക, കേരള സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കാൻ വരുമാനം കണ്ടെത്താൻ പുതുതലമുറയെ പ്രാപ്തമാക്കുക, നൂതന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള പിന്തുണ നൽകുക, പുതിയ കാലത്തെ തൊഴിൽ സംസ്കാരം, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, വിദ്യാർത്ഥിനികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക, സാമൂഹിക ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് വേദി നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രാധാന്യം നൽകിയാകും ഗ്രൂപ്പുകൾ രൂപീകരിക്കുക. ട്രാൻസ്ജെൻഡർ വനിതകൾക്കും അംഗമാകാം. 20 പേരടങ്ങിയ ഒന്നിലേറെ ഗ്രൂപ്പുകൾ കോളേജിലുണ്ടാകും. കോളേജിലേക്ക് കൂടാതെ നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിലും അംഗമാകാം. ഇരട്ട അംഗത്വമുള്ളതിനാൽ കോളേജ് പഠന ശേഷവും നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിൽ തുടരാം. സാമൂഹിക സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിനായി യുവതികളെയും ഭാഗമാക്കാനാണ് 2 വർഷം മുൻപ് ഓക്സിലറി ഗ്രൂപ്പ് ആരംഭിച്ചത്. 18 മുതൽ 40 വയസ്സ് വരെയുള്ള 10 മുതൽ 20 വരെയുള്ളവരാണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. കുടുംബശ്രീയുടെ കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ 19,472 ഓക്സിലറി ഗ്രൂപ്പുകളുണ്ട്. ഇവിടങ്ങളിൽ ആദ്യം ഗവൺമെന്റ് വനിതാ കോളേജ് തിരുവനന്തപുരം, NSS വനിതാ കോളേജ് കൊല്ലം, കത്തോലിക്കേറ്റ് കോളേജ് പത്തനംതിട്ട, ST കോളേജ് ആലപ്പുഴ, ഗവൺമെന്റ് കോളേജ് കോട്ടയം, ഗവൺമെന്റ് കോളേജ് കട്ടപ്പന, മഹാരാജാസ് കോളേജ് എറണാകുളം, വിമല കോളേജ് തൃശൂർ, മേഴ്സി കോളേജ് പാലക്കാട്, PSMO കോളേജ് തിരൂരങ്ങാടി, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് കോളേജ് മാനന്തവാടി, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, സെന്റ് പൈൻസെൻസ് കോളേജ് രാജപുരം കാസർഗോഡ് എന്നിവിടങ്ങളിലായിരിക്കും ആദ്യം രൂപീകരിക്കുക. സംസ്ഥാനത്ത് എല്ലാ കുടുംബശ്രീ CDSകളിലും ഡ്രീം വൈബ്സ് എന്ന പേരിൽ ഒക്ടോബർ 2-ന് ബാലസദസ്സ് സംഘടിപ്പിക്കും. ബാലസംഗമങ്ങളായ 4 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കും. 27-28-നും വാർഡ് തലത്തിൽ ബാലസഭായോഗങ്ങൾ സംഘടിപ്പിക്കും. കുട്ടികൾ അവതരിപ്പിക്കുന്ന വികസന ആശയങ്ങൾ CDS തലത്തിൽ ക്രോഡീകരിച്ച് ബാലസദസ്സിൽ വെച്ച് ബാലപഞ്ചായത്ത് പ്രസിഡന്റ് അതാത് തദ്ദേശ സ്ഥാപന അധ്യക്ഷന് കൈമാറും. ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ബാല പാർലമെന്റിന് മുന്നോടിയായിട്ടാണ് ഈ പരിപാടി. കഥ, കവിത, പോസ്റ്റർ, റീൽസ്, വീഡിയോ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ കുട്ടികൾ അവരുടെ വികസന ആശയങ്ങൾ അവതരിപ്പിക്കും. ഓരോന്നും സംസ്ഥാന മിഷനിൽ നിന്നും നൽകിയിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും.